ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മുടങ്ങി. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊയ്യയിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ ED ഹൈക്കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ED. പാലപ്പള്ളി ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ഭീതി പരത്തി. മേഖലയിൽ 75ഓളം ആനകളാണ് വിവിധയിടങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് മുടങ്ങി. 100 കണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ എത്തിയത്. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊയ്യയിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. റേഷൻ വിതരണം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ സർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. 100 കണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ എത്തിയത്. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് റേഷൻ കടകൾക്ക് സമീപമുള്ള അംഗൻവാടികൾ, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡുമായാണ് മസ്റ്ററിംഗിന് എത്തേണ്ടത്. ഈ ദിവസങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും ക്യാമ്പുകൾ സന്ദർശിച്ച് അപ്ഡേഷൻ സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂപ്പത്തി റേഷൻ കടയ്ക്ക് മുന്നിൽ സൂചനാ പ്രതിഷേധ സമരം നടത്തി. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ ദിവസങ്ങളിൽ കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമൊരുക്കുമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. അതനുസരിച്ച് രാവിലെ മുതൽ ആളുകൾ റേഷൻ കടകൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. എങ്കിലും സെർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് നടത്താൻ സാധിച്ചില്ല. സമരം പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ പൊയ്യ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് നേതാക്കളായ വക്കച്ചൻ അമ്പുക്കൻ, ഔസേപ്പച്ചൻ ജോസ്, TK കുട്ടൻ, ജോളി സജീവ്, റീന സേവ്യർ, വർഗീസ് കാഞ്ഞുത്തറ, TA തോമസ്, പ്രതാപൻ KR, അലക്സ് ടെൻസൺ, ബെഞ്ചമിൻ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ ED ഹൈക്കോടതിയെ അറിയിച്ചു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് പുറമെ ജില്ലയിലെ തുമ്പൂർ, അയ്യന്തോൾ എന്നീ ബാങ്കുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ED പറയുന്നു. സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ ED ഹൈക്കോടതിയെ അറിയിച്ചു. അയ്യന്തോൾ, മാരായമുറ്റം, കണ്ടര, ചാത്തന്നൂർ, മൈലപ്ര, മാവേലിക്കര, തുമ്പൂർ, നടക്കൽ, കോന്നി റീജിയണൽ, BSNL എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക്, മൂന്നിലവ് സഹകരണ ബാങ്കുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് പുറമെ ക്രമക്കേട് കണ്ടെത്തിയ കേസുകൾ രജിസ്റ്റർ ചെയ്ത ബാങ്കുകളാണ് ഇവ. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ED പറയുന്നു. പലരുടെയും മൊഴികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് പുറത്തുവന്നു. മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുള്ളവർക്കടക്കം സമൻസ് അയക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായും ED പറഞ്ഞു. അതിനിടെ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയതായി ED ഹൈക്കോടതിയിൽ അറിയിച്ചതായ വാർത്ത നൽകുന്നതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രംഗത്തെത്തി. തികച്ചും 6 വർഷം മുൻപ് ബാങ്കിൽ നടന്ന ചില ക്രമക്കേടുകൾ സഹകരണ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതാണ്. ക്രമക്കേട് നടത്തിയ തുക പഴയ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കുവാൻ നടപടികൾ ആയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ബാങ്കിന് അപകീർത്തികരമായി വാർത്ത നൽകുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ, അംഗങ്ങളായ ലിജോ ലൂവിസ് പുല്ലൂക്കര, ജിജോ പെരേപ്പാടൻ, സെക്രട്ടറി ഇൻചാർജ് മനോജ് KS എന്നിവർ അറിയിച്ചു. ഇപ്പോൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് വളരെ സുതാര്യമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായും പ്രവർത്തിച്ചു വരുന്നതാണ്. കർഷകർക്ക് 3% പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ നൽകി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നു. ഇത്തരം വ്യാജ വാർത്തകൾ ബാങ്കിനെതിരെ പ്രചരിപ്പിക്കുന്നവർക്ക് എതിരായി നിയമ നടപടികൾ സ്വീകരിച്ചു കൊള്ളുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. മീഡിയ ടൈം, കൊച്ചി. CAA ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്തിരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞതും ET മുഹമ്മദ് ബഷീർ പറഞ്ഞതുമെല്ലാം ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാം, VD സതീശൻ കൂട്ടിച്ചേർത്തു. ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുലുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ CAA നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്ന സമയത്ത് കോൺഗ്രസ് MP-മാർ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ കൂടെ വിരുന്ന് കഴിക്കുകയായിരുന്നു. അവർ ഇത് ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ്, കേരളത്തിലെ MP-മാരടക്കം CAA നിയമത്തെ എതിർത്തത്. ഒരു കേന്ദ്ര നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതെങ്ങനെ നിലനിൽക്കുന്നത്? ഞങ്ങൾക്കെല്ലാം അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ്. ഞാൻ മുഖ്യമന്ത്രി ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ? ഞാൻ പറയാം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി K. മുരളീധരൻ MP. 20-ൽ 20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും വിളിച്ചു പറയുന്നത്. മോദിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും, K. മുരളീധരൻ പറഞ്ഞു. 20-ൽ 20 ജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് സമനില തെറ്റിയ പോലെ പിച്ചും പേയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ MP-മാർ, കേരള MP-മാർ ലഞ്ച് കഴിക്കുകയായിരുന്നു. അപ്പം കല്ല് വെച്ചതാണ്. അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരംതാണ രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരംതാണ വ്യക്തിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ഭീതി പരത്തി. മേഖലയിൽ 75ഓളം ആനകളാണ് വിവിധയിടങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. ആനകളെ കാടുകയറ്റാൻ നാട്ടുകാരും വനപാലകരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കാരിക്കുളം, പത്തുകുളങ്ങര, പിള്ളത്തോട്, എലിക്കോട് എന്നിവിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. കാരിക്കുളത്തിറങ്ങിയ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാരിക്കുളം ബംഗ്ലാവിന് സമീപം ഇറങ്ങിയ 15ഓളം കാട്ടാനകളിൽ 4 എണ്ണം വനമേഖലയിലേക്ക് കയറിപ്പോകാതെ പരിസരത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ആനകളെ കാടുകയറ്റാൻ നാട്ടുകാരും വനപാലകരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ പിള്ളത്തോട് പാലത്തിന് സമീപവും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ആനക്കൂട്ടം റോഡ് മുറിച്ചു കടന്നാണ് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് പോയത്. 2 കൂട്ടങ്ങളിലായി 17 ആനകളാണ് പിള്ളത്തോട് ഭാഗത്തെ തോട്ടങ്ങളിലുള്ളത്. ആനകളെ കണ്ട് വഴിയാത്രക്കാരും വാഹനയാത്രികരും റോഡിൽ കുടുങ്ങി. പത്തുകുളങ്ങരയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതി പരത്തിയിരുന്നു. രാത്രി ഇറങ്ങുന്ന കാട്ടാനകൾ പുലർച്ചെ വരെ പലയിടങ്ങളിലും നിലയുറപ്പിച്ച് കൃഷിനാശം വരുത്തിയാണ് റബ്ബർ തോട്ടങ്ങളിലും വനമേഖലയിലും തമ്പടിക്കുന്നത്. മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായതോടെ വനപാലകർ ഇടപെട്ട് ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വരന്തരപ്പള്ളി. പാലിയേക്കരയിൽ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പിൽ കടത്തിയ ആയിരക്കണക്കിന് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി. പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടികൾക്കിടയിൽ ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത്. മണ്ണാർക്കാട് സ്വദേശി ഒഡാല വീട്ടിൽ സുലൈമാനെ എക്സൈസ് പോലീസിന് കൈമാറി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ ഇരിഞ്ഞാലക്കുട എക്സൈസ് ആണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ ഡ്രൈവർ മണ്ണാർക്കാട് തരിശപ്പാടം സ്വദേശി ഒഡാല വീട്ടിൽ 46 വയസ്സുള്ള സുലൈമാനെ എക്സൈസ് പിടികൂടി. പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് പെട്ടികൾക്കിടയിൽ ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത്. 16,500 പാക്കറ്റ് ഹാൻസ്, 3,055 പാക്കറ്റ് കൂൾ, 960 പാക്കറ്റ് സ്വാഗത് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ P. സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തുടർ നടപടികൾക്കായി പ്രതിയെയും പുകയില ഉൽപ്പന്നങ്ങളും പുതുക്കാട് പോലീസിന് കൈമാറി. മീഡിയ ടൈം, തൃശൂർ.
കാക്കിയുടെ കരുതലിൽ വയോധികൻ ജീവിതത്തിലേക്ക് മടങ്ങി. ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 60 വയസ്സുകാരനെ കൊടുങ്ങല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തി. കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത്. കാണാതായ ആളുടെ കാർ കേന്ദ്രീകരിച്ച് ഗ്രേഡ് SI രാജിയും CPOമാരായ മനോജ്, രാകേഷ് എന്നിവരും നടത്തിയ അന്വേഷണത്തിൽ കിഴക്കേ നടയിലെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്നും കാർ കണ്ടെത്തി. തുടർന്ന് കാർ ഉടമ ഹോട്ടലിനോട് ചേർന്നുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് ജീവനക്കാരുടെ സഹായത്തോടെ സ്ഥിരീകരിച്ചു. പോലീസ് റൂമിലെത്തിയപ്പോൾ അമിതമായ അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച് അവശനിലയിലായിരുന്നു വയോധികൻ. പോലീസ് തുടർച്ചയായി മുട്ടിയതിനെ തുടർന്ന് വാതിൽ തുറന്നയാൾ തളർന്നു വീണു. ഇതിനിടയിൽ മേശപ്പുറത്തെ ഫയലിൽ നിന്നും ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പ് CPO മനോജ് കണ്ടെത്തി. അമിത അളവിൽ ഇയാൾ ഇൻസുലിൻ കുത്തിവെച്ചിട്ടുണ്ടെന്ന് കുറിപ്പിൽ നിന്നും വ്യക്തമായതോടെ പോലീസ് 3ാം നിലയിൽ നിന്നും ഇയാളെ താഴെ ഇറക്കി ജീപ്പിൽ ആശുപത്രിയിൽ എത്തിക്കുകയും കയ്പമംഗലം സ്റ്റേഷനിലും ബന്ധുക്കളെയും വിവരമറിയിക്കുകയും ചെയ്തു. ഗുരുതരമായ വിധത്തിൽ ഷുഗറിന്റെ അളവ് താഴ്ന്ന വയോധികൻ തീവ്ര പരിചരണത്തിലൂടെ അപകടനില തരണം ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഓണത്തിന് മുൻപായി മേൽപ്പാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ സാധിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. കിഫ്ബിയുടെ 23 കോടിയോളം രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. റെയിൽവേ നേരിട്ട് നടത്തുന്ന റെയിൽവേ ട്രാക്ക് മുറിച്ച് ഘടിപ്പിക്കുന്ന പ്രധാന ഗർഡറുകൾ ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ ആരംഭിച്ച് 6 മണിയോടെ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഷൻ അനുമതിയായി. 2 ദിവസങ്ങൾ കൊണ്ട് മുഴുവൻ ഗാർഡറുകൾ സ്ഥാപിച്ച് സ്ലാബുകളും കോൺക്രീറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. വർഷങ്ങളായി നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. 5 കിലോമീറ്റർ ദൂരം ചുറ്റിവളഞ്ഞാണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത്. നവകേരള സദസ്സിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് പുതുവത്സര സമ്മാനമായി മേൽപ്പാലം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 2 മാസം കഴിഞ്ഞാണ് പ്രധാന സ്പാൻ അടക്കമുള്ള ജോലികൾ ആരംഭിക്കുന്നത്. പ്രധാന സ്പാനെ മേൽപ്പാലത്തിന്റെ 2 വശങ്ങളുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ യാത്രയ്ക്ക് സജ്ജമാക്കുന്നതാണ്. 2 വരി റോഡും നടപ്പാതയും സർവീസ് റോഡും നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. കിഫ്ബിയുടെ 23 കോടിയോളം രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ആറാട്ടുപുഴ പൂരം ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറ സമർപ്പിച്ചു. മേളപ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാർ, കീഴൂട്ട് നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ, പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ക്ഷേത്ര നടപ്പുറയിൽ വെച്ച് നിറപറ സമർപ്പിച്ചത്. 5 പേരും ഒരുമിച്ച് ചേർന്ന് നടപ്പുറയിലെ വലിയ ഓട്ടുരുളിയിൽ ശാസ്താവിന് നെയ് സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം നടപ്പുറയിൽ വെച്ചായിരുന്നു സമർപ്പണം. ക്ഷേത്രത്തിലെത്തിയ പ്രമാണിമാരെ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ സ്വീകരിച്ചു. നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ഇടവക സോഷ്യൽ ആക്ഷന്റെ നേതൃത്വത്തിൽ ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ സഹകരണത്തോടെ വയോജന രോഗി സംഗമം നടത്തി. ഹൃദയ പാലിയേറ്റീവ് കെയർ രൂപത ഡയറക്ടർ ഫാദർ ഷാജു ചെറിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന ഫാദർ റിൻഡോ തെക്കിനിയടത്ത്, ഫാദർ ജോസഫ് മാളിയേക്കൽ എന്നിവർ മുഖ്യ സന്ദേശം നൽകി. വികാരി ഫാദർ ജോസഫ് തെക്കേത്തല, അസിസ്റ്റന്റ് വികാരി ജോയൽ പുലിക്കോട്ടിൽ, കൈക്കാരൻ ലിയോ മഞ്ഞപ്രക്കാരൻ, പ്രസിഡന്റ് റപ്പായി വേഴപ്പറമ്പിൽ, സെക്രട്ടറി റാണി ജോസ്, സണ്ണി പയ്യപ്പള്ളി, സ്മിജ സണ്ണി, തോമസ്, CA ജിതിൻ കാട്ടാളൻ, പോളി മാളിയേക്കൽ, വർഗീസ് ചുറ്റിലപ്പള്ളി, ജിപ്സി ജോയ് എന്നിവർ നേതൃത്വം നൽകി. വിശുദ്ധ മാസമായ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ഇന്ന് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമുഅ നമസ്കാരത്തിനായി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ഒരുമിച്ചുകൂടി. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിൻ്റെതാണ്. ഈ ദിനങ്ങളിൽ വിശ്വാസികൾക്ക് മേൽ നാഥന്റെ കാരുണ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതിൽ തന്നെ ഏറെ പുണ്യം നിറഞ്ഞ ദിനമാണ് ആദ്യ വെള്ളിയാഴ്ച. ജുമാ നമസ്കാരവും അതിനായുള്ള ഒരുമിച്ച് കൂടലുമാണ് ഈ ദിനത്തെ സവിശേഷമാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂരിന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രവും പേരാമ്പ്ര അപ്പോളോ ടയേഴ്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻകൂട്ടിയുള്ള രോഗനിർണയവും പ്രതിരോധവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ, DMO ഡോക്ടർ TP ശ്രീദേവി, ഡെപ്യൂട്ടി DMO KN സതീഷ്,
ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ പി കെ രാജു, യൂണിറ്റ് ഹെഡ് ചാർജ് ഉമ്മൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത, അപ്പോളോ ടയേഴ്സ് പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചെമ്പോട്ടിൻ ലൈനിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മന്ത്രി K രാജൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, MLA മാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, LDF ഘടകകക്ഷി നേതാക്കളായ PK രാജൻ, മോളി ഫ്രാൻസിസ്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ഗോപിനാഥ് തറ്റാട്ട്, MK തങ്കപ്പൻ, ഫ്രെഡി K താഴത്ത്, രാഘവൻ മുളങ്ങാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചിറങ്ങര നാഷണൽ ഹൈവേ 544 JTS മുതൽ പൊങ്ങം വരെ ശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ അപകട പരമ്പരകൾക്ക് അറുതി വരുത്തണമെന്നും റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കൊരട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ചിറങ്ങരയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. സമരം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷിമ സുദ്ദീൻ, PS സുമേഷ്, കുടുംബശ്രീ ഭാരവാഹികളായ പ്രിൻസി ജോസഫ്, റോസ്ലി പൗലോസ്, ശ്രീരമ്യ ലാലു, ബേബി ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഈ മേഖലയിൽ 23 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചാലക്കുടി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹ്നാൻ കൊടുങ്ങല്ലൂരിൽ റോഡ് ഷോ നടത്തി. കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ കൊടുങ്ങല്ലൂർ നഗരം ചുറ്റി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. റോഡ് ഷോയിൽ UDF നേതാക്കളായ TM നാസർ, OJ ജനീഷ്, ES സാബു, NS ഷൗക്കത്ത്, KP സുനിൽകുമാർ, PV രമണൻ, PU സുരേഷ് കുമാർ, VM ജോണി, TA നൌഷാദ്, റസിയ അബു, സുജ ജോയ്, മായ രാമചന്ദ്രൻ, കവിത മധു, സേവ്യർ പങ്കത്ത്, VA നദീർ, EV സജീവൻ, മുസമിൽ അറക്കപ്പറമ്പിൽ, നജാഹ് KA, സനിൽ സത്യൻ, യൂസുഫ് പടിയത്ത്, AM അബ്ദുൽ ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. അപ്ലിക്കൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറവും P വെമ്പല്ലൂർ MES അസമാബി കോളേജും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി ലോക ഉപഭോക്തൃ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ A ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഫോറം കമ്മിറ്റി അംഗം പ്രൊഫസർ K അജിത അധ്യക്ഷത വഹിച്ചു. ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പം നിയമ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഫോറം സെക്രട്ടറി CS തിലകൻ, PR ചന്ദ്രൻ, ലീഗൽ സർവീസ് അതോറിറ്റി വളണ്ടിയർ രജനി, കോളേജ് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ KP സുമേധൻ എന്നിവർ സംസാരിച്ചു. KPMS തൃശൂർ ജില്ലാ 53ാമത് സമ്മേളനം മാർച്ച് 17-ാം തീയതി ഞായറാഴ്ച മാള PK പരമേശ്വരൻ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷത വഹിക്കും. പത്രസമ്മേളനത്തിൽ സജി ജോസഫ്, PC ബാബു, EK മോഹൻദാസ്, TK തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി എണ്ണപ്പനത്തോട്ടത്തിൽ കഴിഞ്ഞ ദിവസം അവശനില കണ്ടെത്തിയ ഗണപതി നാട്ടുകാർ വിളിക്കുന്ന കാട്ടുകൊമ്പൻ സുഖം പ്രാപിച്ചു വരുന്നതായി വനംവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം കാട് കയറിയ ആന ഇന്നലെ രാത്രി തിരിച്ച് റബ്ബർ എണ്ണപ്പനത്തോട്ടത്തിലെത്തി. തീറ്റ എടുക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ആനയെ നിരീക്ഷിക്കുന്ന വനംവകുപ്പ് സംഘം അറിയിച്ചു. പിന്നാലെ ആന തോട്ടത്തിൽ നിൽക്കുന്നതും റോഡ് മുറിച്ച് കടക്കുന്നതും ദൃശ്യങ്ങളിൽ പുറത്തു വന്നു. 2 ദിവസം മുൻപാണ് ഗണപതിയെ എരണ്ടക്കെട്ട് ലക്ഷണങ്ങളോടെ എണ്ണപ്പനത്തോട്ടത്തിൽ കണ്ടെത്തിയത്. ചെമ്മീൻ മത്സ്യകൃഷി വികസിപ്പിക്കുന്നതിനായി അമിതമായ വേലിയേറ്റ സമയത്ത് വെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാനാണ് ബണ്ട് ഉയർത്തിയതെന്ന് മാള നേരക്കുടി ചെമ്മീൻ മത്സ്യ കർഷകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷിക്ക് ആവശ്യമായി വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ട് ശുദ്ധജലത്തിൽ ഉപ്പ് കലരുമെന്നുള്ള സമീപവാസികളുടെ വാദം തെറ്റാണ്. മത്സ്യവകുപ്പും പഞ്ചായത്തും പലവട്ടം സന്ദർശിക്കുകയും മത്സ്യവകുപ്പിന് അനുമതി ലഭിക്കുകയും ചെയ്ത ശേഷമാണ് കൃഷി ആരംഭിച്ചത്. ഇതിനെതിരെ തൽപര കക്ഷികളുണ്ടാക്കുന്ന കോലാഹലങ്ങൾ പൊതുസംരംഭകരെ ഉപദ്രവിക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണെന്നും KT മനോജ്, CK സുധാകരൻ, മണി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മുടങ്ങി. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊയ്യയിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ ED ഹൈക്കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ED. പാലപ്പള്ളി ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ഭീതി പരത്തി. മേഖലയിൽ 75ഓളം ആനകളാണ് വിവിധയിടങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.